بسم الله الرحمن الرحيم. ولقد آتينا داود منا فضلا يا جبال أوبي معه والطير وألنا له الحديد أن اعمل سابغات وقدر في السرد واعملوا صالحا إني بما تعملون بصير. ولسليمان الريح غدوها شهر ورواحها شهر وأسلنا له عين القطر ومن الجن من يعمل بين يديه بإذن ربه ومن يزغ منهم عن أمرنا نذقه من عذاب السعير. يعملون له ما يشاء من محاريب وتماثيل وجفان كالجواب وقدور الراسيات. اعملوا آل داود شكرا وقليل من عبادي الشكور. فلما قضينا عليه الموت ما دلهم على موته إلا دابة الأرض تأكل من سأته فلما خر تبينت الجن أن لو كانوا يعلمون الغيب ما لبثوا في العذاب المهين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1477 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 10 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ തുടർ പഠനമാണിന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا داود منا فضلا يا جبال أوبي معه والطير وألنا له الحديد أن يعمل سابغات وقدر في السرد واعملوا صالحا إني بما تعملون بصير. ولسليمان الريح غدوها شهر ورواحها شهر وأسلنا له عين القطر ومن الجن من يعمل بين يديه بإذن ربه ومن يزغ منهم عن أمرنا نذقه من عذاب السعير. يعملون له ما يشاء من محاريب وتماثيل وجفان كالجباب وقدور الراسيات. اعملوا آل داود شكرا وقليل من عبادي الشكور. فلما قضينا عليه الموت ما دلهم على موته إلا دابة الأرض تأكل من سأته فلما خر تبينت الجن أن لو كانوا يعلمون الغيب ما لبثوا في العذاب المهين. صدق الله العلي العظيم. സൂറത്ത് സബഇലെ 11 മുതൽ 10 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ഭാഗം നമ്മൾ അതിന്റെ പ്രാഥമിക തലത്തിൽ ഇതിനകം 2-3 ദിവസങ്ങളിലായിട്ട് പഠന വിധേയമാക്കി കഴിഞ്ഞതാണ്. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ കൂടി പങ്കുവെക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരു ദിവസം അതിനുവേണ്ടി നീക്കിവെച്ചതായിരുന്നു.
അപ്പോ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഈ ആയത്തുകളിലായിട്ട് പരാമർശിക്കപ്പെടുന്നത് ദാവൂദ് അലൈഹിസ്സലാമിനെയും അതേപോലെ അദ്ദേഹത്തിന്റെ പുത്രൻ സുലൈമാൻ അലൈഹിസ്സലാമിനെയുമാണ്. ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് അള്ളാഹു വലിയ സുപ്രധാനമായ ചില ദൗത്യങ്ങളുടെ നിർവഹണത്തിനു വേണ്ടി നിയോഗിച്ചയച്ച തെരഞ്ഞെടുത്ത ദൈവിക ദൂതന്മാരായിരുന്നു ഈ രണ്ടാളുകളും, ദാവൂദ് അലൈഹിസ്സലാമും സുലൈമാൻ അലൈഹിസ്സലാമും. ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തില് അവര് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് വലിയ സൈനിക വിജയം നേടിക്കൊടുക്കാൻ കഴിയുന്ന കരുത്തനായ ഒരു നേതാവ് ആവശ്യമുണ്ടായിരുന്ന ഒരു സന്ദർഭത്തിലാണ് അവര് നേരിട്ടുകൊണ്ടിരുന്ന ഫിലിസ്തീൻകാരുടെ മേൽ വിജയം നേടുന്നതിന്, അതുപോലെ അവരെ വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുത്തിയിരുന്ന ജാലൂത്തിനെ കൈകാര്യം ചെയ്യുന്നതിന് ഒക്കെ വേണ്ടിയാണ് ദാവൂദ് അലൈഹിസ്സലാം രംഗത്ത് വരികയുണ്ടായത്. നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായി. ബത്ലഹേം എന്ന പേരിൽ യൂറോപ്യൻ ലോകത്ത് അറിയപ്പെടുന്ന, എന്നാൽ അറബികൾക്കിടയിൽ ബൈത്തുലഹം എന്ന പേരിൽ മനസ്സിലാക്കപ്പെടുന്ന ഇന്നത്തെ ഫലസ്തീന്റെ ഭാഗമായുള്ള ഒരു പ്രദേശം, അവിടെയാണ് ദാവൂദ് അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ നാട് അതായിരുന്നു. ബനൂ ഇസ്രായേൽ സമൂഹം വലിയ പ്രതിസന്ധിയിലകപ്പെട്ട ഘട്ടത്തിലാണ് അള്ളാഹു അവരെ നയിക്കുന്നതിനും അവർക്ക് നേതൃത്വം നൽകുന്നതിനൊക്കെ വേണ്ടി താലൂത്ത് എന്ന വ്യക്തിയെ അവരുടെ മേൽ അധികാരമുള്ള രാജാവായി വാഴിച്ചുകൊണ്ട് അവർക്ക് നേതൃത്വം നൽകുന്നതിനു വേണ്ടി ചുമതല ഏൽപ്പിക്കുന്നത്. താലൂത്തിന്റെ നേതൃത്വത്തിലാണ് ഗോലിയാത്ത് അഥവാ ജാലൂത്ത് ഉയർത്തിയ വെല്ലുവിളികളെ നേരിടാൻ ബനൂ ഇസ്രായേൽ സമൂഹം രംഗത്ത് വരുന്നതും വലിയ ഏറെ കാലം നീണ്ടു നിന്ന ഏറ്റുമുട്ടലും പോരാട്ടവും ഒക്കെ നടക്കുന്നതും. അതില് ജാലൂത്തിനെ വകവരുത്താൻ ബനൂ ഇസ്രായേലിന്റെ സൈന്യത്തിന് എത്ര തന്നെ ശ്രമിച്ചിട്ടും കഴിയാത്ത ഒരു പ്രതിസന്ധിയിലായിരുന്നു അവര് അകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനൊരു അറുതി കുറിക്കപ്പെടുന്നത് ഈ ബത്ലഹേംകാരനായ ദാവൂദ് എന്ന ചെറുപ്പക്കാരൻ സൈന്യത്തിന്റെ ഭാഗമായി രംഗത്ത് വന്നുകൊണ്ട് ജാലൂത്തിനെ ഒരു ദ്വന്ദ്വയുദ്ധത്തിൽ തന്നെ നേരിടുകയും ജാലൂത്തിനെ വകവരുത്തുകയൊക്കെ ചെയ്യുന്നതിലൂടെയാണ്. അതിനെ തുടർന്ന് പിന്നീട് താലൂത്തിന്റെ കാലശേഷം ബനൂ ഇസ്രായേലിലെ എല്ലാ വിഭാഗം ആളുകളുടെയും എല്ലാ പ്രദേശങ്ങളുടെയും ഒക്കെ അധിപനായിട്ട് ദാവൂദ് അലൈഹിസ്സലാം തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അദ്ദേഹത്തെ ജനങ്ങൾ രാജാവായി വാഴിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഈ ഫലസ്തീൻ ഇന്നത്തെ ജെറുസലേം ദാറുസലാം പ്രദേശം ആസ്ഥാനമായി കൊണ്ടുള്ള ഒരു ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നതും, അങ്ങനെ അത് ലോകത്തെ തന്നെ നയിക്കുന്ന ഒരു രാജ്യമായിട്ട് വലിയ പ്രൗഢിയും പ്രതാപവും ഒക്കെയുള്ള ദൈവിക മാർഗദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണം നിർവഹിച്ചിരുന്ന ഒരു രാഷ്ട്രമായിട്ട് അത് എമേർജ് ചെയ്യുന്നത്. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ തുടർന്ന് സുലൈമാൻ അലൈഹിസ്സലാം അധികാരം ഏറ്റെടുത്ത് ഭരണനിർവഹണം നടത്തുന്ന ഘട്ടം എത്തിയപ്പോഴേക്ക് സമീപ ഭൂപ്രദേശങ്ങളിലെയും രാജ്യങ്ങളിലെയും ഒക്കെ ആളുകള്, അല്ലെങ്കിൽ ആ പ്രദേശങ്ങളൊക്കെയും തന്നെ ഒട്ടുമിക്കതും സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ രാഷ്ട്രത്തിന് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ ലോകക്രമം തന്നെ നിലവിൽ വരികയാണ്.
അതിന്റെ ഒരു ചെറിയ ചിത്രം നമുക്ക് സബയിലെ രാജ്ഞിയായിരുന്ന ബൽഖീസിന്റെ അടുക്കലേക്ക് സുലൈമാൻ അലൈഹിസ്സലാം ഒരു സന്ദേശം കൊടുത്തയക്കുന്ന കാര്യമൊക്കെ ഖുർആൻ പരാമർശിക്കുന്ന സംഗതികൾ വായിക്കുമ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഭരണനിർവഹണം എത്ര വ്യാപ്തിയുള്ളതായിരുന്നു, അതിന്റെ അടിത്തറകൾ എന്തൊക്കെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ റൂളിംഗ് സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ് എന്ന പേരിലാണ് പല പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും പിന്നീട് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ആ രാഷ്ട്ര സംവിധാനത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. എല്ലാ കാലത്തും ലോകത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രം ലോകരാഷ്ട്രങ്ങളുടെ മേൽ വലിയ നിയന്ത്രണവും സ്വാധീനവും ഒക്കെ ഉള്ളതായിട്ടുണ്ടാകും. ചിലപ്പോഴൊക്കെ അത് അക്രമികളായ ഭൗതികാർത്ഥത്തിൽ മാത്രം ശക്തിയും സൈനിക ശേഷിയും ഒക്കെയുള്ള, എന്നാൽ സത്യത്തിന്റെയോ നീതിയുടെയോ ഒന്നും അടിത്തറയിൽ വർത്തിക്കുന്നതല്ലാത്ത രാജ്യങ്ങളായിരിക്കും പലപ്പോഴും അങ്ങനെ ലോകരാജ്യങ്ങളുടെ മേൽ മേധാവിത്വം ഉറപ്പിക്കുകയും അവര് ഉദ്ദേശിക്കുന്ന വിധത്തില് നിയന്ത്രണത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ടാവും. നമുക്ക് അങ്ങനെയുള്ള ചിത്രങ്ങള് ബ്രിട്ടന്റെ ഇംപീരിയലിസത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും, അതുപോലെ അതിനെ തുടർന്ന് രണ്ടാം ലോക യുദ്ധത്തിന്റെ തുടർച്ചയായിട്ട് അമേരിക്ക ആ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ഒരു അനുഭവത്തിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ലോകരാജ്യങ്ങളെ ചൊൽപ്പടിക്ക് കീഴിൽ നിർത്തുന്ന, നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന, അവര് പറയുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ ഉണ്ടാകാവൂ എന്ന വിധത്തില് വ്യവസ്ഥകൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന, എന്നാൽ സത്യമോ നീതിയോ ഒരു മാനദണ്ഡമായിട്ട് കൊണ്ടു നടക്കാത്ത അല്ലെങ്കിൽ പിന്തുടരാത്ത അത്തരം ലോകശക്തികള് ലോകത്ത് ഉണ്ടാക്കിയ വിനാശകരമായ പല സംഗതികളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ പിൽക്കാലത്ത് ഉള്ള സംഭവ വികാസങ്ങളാണ്. എന്നാൽ സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു. സത്യത്തെയും നീതിയെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണനിർവഹണം നടത്തിയിരുന്ന ആളായിരുന്നു. ആ വിധത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് അലൈഹിസ്സലാം. യഥാർത്ഥത്തിൽ ഏറ്റവും പൗരാണികമായ ലോകത്ത് ലോക രാജ്യങ്ങളെ ഈ വിധത്തില് ഒരു ഗ്ലോബൽ ഓർഡറിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ മികവും വിജയവും ഒക്കെ കൈവരിച്ച, ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും പൗരാണികരായ വ്യക്തികൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ ഇവരായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ചരിത്ര വസ്തുതകളെ മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ലോക സമൂഹങ്ങളുടെ മേൽ നിയന്ത്രണം ഉള്ള വിധത്തിൽ അധികാരവും കരുത്തും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ എന്നുള്ള നിലക്ക് ഏറ്റവും പൗരാണികമായ ഘട്ടത്തില് ദൈവിക മാർഗദർശനം അനുസരിച്ച് ഒരു ഗ്ലോബൽ ഓർഡർ ഫലത്തില് പ്രയോഗത്തിൽ കൊണ്ടുവന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഇവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അള്ളാഹു ഈ രണ്ട് ചരിത്ര പുരുഷന്മാരെ, ഈ രണ്ട് വളരെ വലിയ ദൗത്യം നിർവഹിച്ച ദൈവിക പ്രവാചകന്മാരെയാണ് ഈ 4 ആയത്തുകളിലായിട്ട്, ഈ 5 ആയത്തുകളിലായിട്ട് പരാമർശിക്കുന്നത്. അപ്പൊ ദാവൂദ് അലൈഹിസ്സലാമിനെ അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകി, അദ്ദേഹത്തിന് വലിയ ഔന്നത്യം നൽകിക്കൊണ്ട് ഉയർത്തിയ കാര്യമാണ് ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. വലിയ ഫضലാണ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിട്ടുള്ളത്. നമുക്ക് അദ്ദേഹം ഒക്യുപ്പൈ ചെയ്തിരുന്ന ആ പദവിയുടെ വലിപ്പവും പ്രാധാന്യവും ഒക്കെ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന മഹത്തരമായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നത് പലതും നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കുന്നതാണ്. അത് കൂടാതെ അള്ളാഹു വളരെ വിശിഷ്ടമായ ചില അനുഗ്രഹങ്ങൾ ദാവൂദ് അലൈഹി ഇസ്ലാമിന് നൽകിയതാണ് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. പർവ്വതങ്ങളും അതുപോലെ പക്ഷികളും ഒക്കെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ദാവൂദ് അലൈഹി ഇസ്ലാമിനോടൊപ്പം
സ്തുതികീർത്തനങ്ങൾ ആലപിക്കുന്നവരായിട്ട് അണിചേരുന്ന ഒരു കാര്യം അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ദാവൂദ് അലൈഹി ഇസ്ലാമിന് ഇരുമ്പ് മാർദ്ദവമുള്ളതാക്കി നൽകുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇരുമ്പിനെ പഴുപ്പിച്ച് അത് ചുട്ട് അതിന് വലിയ ചൂടേൽപ്പിച്ച് മാർദ്ദവമുള്ളതാക്കി മാറ്റി പലതും നിർമ്മിക്കാനും ഒക്കെ സാധിക്കുന്ന വിധത്തില് അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയുണ്ടായി എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന മറ്റൊരു കാര്യം. എന്നിട്ട് ദാവൂദ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു ചെയ്തു കൊടുത്ത ഈ സൗകര്യങ്ങളുടെ പിൻബലത്തിലാണ് അദ്ദേഹം സാബിഹാത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. സൂചിപ്പിക്കപ്പെട്ട വിധത്തില് അത് പടയങ്കിയാണ്. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും ഇരുമ്പ് മറ കൊണ്ട് സുരക്ഷിതമാക്കുന്ന ഒരു സംവിധാനം. അതിന്റെ നിർമ്മാണത്തിന് അള്ളാഹു പ്രത്യേകമായൊരു വിദ്യയും പറഞ്ഞു കൊടുത്ത കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. വഖദ്ദിർ ഫിസ്സർദ് എന്ന് പറഞ്ഞിട്ടുള്ള അത് അതിന്റെ കണ്ണികളെ പ്രത്യേകം മെഷേഴ്സ് ആയിട്ട് നിർണയിച്ച് നിർമ്മിക്കാനാണ്. അത് ഞാൻ വിശദമായി പറയുകയുണ്ടായി. അത് ശരീരത്തിന്റെ അവയവങ്ങളെ ചലിപ്പിക്കാൻ പ്രയാസം വരാത്ത വിധത്തില് ചെറിയ ചെറിയ കണ്ണികളായിട്ട് കോർത്തുകൊണ്ടുള്ള ഈ പരിച നിർമ്മാണം അല്ലെങ്കിൽ ഈ പടയങ്കി നിർമ്മാണം അത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്തുകൊണ്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ കഴിയുന്ന വിധത്തില് ഈ സാബിഹാത്ത് നിർമ്മിക്കുന്ന ഒരു ഹിക്മത്താണ് അള്ളാഹുവിടെ പറഞ്ഞു കൊടുത്തത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും ഉത്തമമായ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്ന സുലഹ് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നവരാകാൻ ആണ് അള്ളാഹു ദാവൂദ് അലൈഹി ഇസ്ലാമിന് നിർദ്ദേശം നൽകിയുണ്ടായത്. വഅ്മലു സ്വാലിഹ എന്നാണ്, ലുൽമല്ല. ലുൽമ് ചെയ്യുന്നവരായിട്ട് നമുക്ക് സമീപകാല ചരിത്രത്തില് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ദീർഘമായ കാലം അങ്ങനെ ലുൽമിന്റെ ആളുകളായിട്ട് ലോക മേധാവികളായിട്ട് പ്രവർത്തിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ദാവൂദ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ നിർദ്ദേശം സുൽഹിന്റെ ആളാവാനാണ്. അതിനു വേണ്ട സൈനിക വിദ്യകള്, സാങ്കേതികമായ സൗകര്യങ്ങളൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ടായ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അള്ളാഹു വ്യക്തമാക്കിയ ഒരു കാര്യം ഇന്നീ ബിമാ തഅമലൂന ബസീർ എന്നാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയും വളരെ സൂക്ഷ്മമായിട്ട് കാണുന്നവനാണ് അള്ളാഹു എന്നാണ്. അല്ലെങ്കിൽ ഞാൻ അത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും വ്യക്തമായി കാണുന്നുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോ അള്ളാഹുവിന്റെ പരീക്ഷണം കൂടിയാണത് അവരെ സംബന്ധിച്ചിടത്തോളം. അതിൽ വലിയ അധികാരം നൽകപ്പെട്ടു, സൈനിക ശേഷി നൽകപ്പെടുകയുണ്ടായി, സാങ്കേതിക വിദ്യ മറ്റുള്ളവരെ മേൽ മികവ് കാണിക്കുന്ന വിധത്തിലുള്ളത് അള്ളാഹു അവർക്ക് ലഭ്യമാക്കി. ഇതൊക്കെ നൽകിക്കൊണ്ട് നന്മ ചെയ്യുന്നവരാവാനാണ് സമൂഹത്തിൽ ഏറ്റവും ശരിയായ അടിത്തറയിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാക്കി കൊണ്ടുവരികയും സമൂഹത്തില് അരാജകത്വവും അക്രമവും ഒക്കെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സുൽഹിന്റെ പ്രവർത്തകരാകാനാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു നിർദ്ദേശം നൽകുകയുണ്ടായത്. നിങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് എന്നുകൂടിയാണ് അവിടെ പറഞ്ഞു വെക്കുകയുണ്ടായത്. തുടർന്ന് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അദ്ദേഹത്തിന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളാണ് പരാമർശിക്കുന്നത്. ദീർഘമായ ദിശകളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് അടിച്ചു വീശുന്ന അതിശക്തമായ വലിയ ഫോഴ്സോടുകൂടി അടിച്ചു വീശുന്ന കാറ്റിനെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് സബ്സർവിയന്റ് ആയിട്ട് അദ്ദേഹത്തിന് സേവനം നൽകുന്ന വിധത്തിലായി അള്ളാഹു അദ്ദേഹത്തിന് വിധേയപ്പെടുത്തി കൊടുത്ത കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രഭാത സവാരി 1 മാസത്തെ വഴിദൂരവും പ്രദോഷ സവാരി അതുപോലെ 1 മാസത്തെ വഴിദൂരവും ഒക്കെ ആയ കാറ്റുകളെയാണ് അള്ളാഹു സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കീഴ്പ്പെടുത്തി കൊടുക്കുകയുണ്ടായത്. അദ്ദേഹത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തില് കാറ്റുകളെ നിയന്ത്രണ വിധേയമാക്കി കൊടുത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ചെമ്പിന്റെ ദ്രാവകം, ചെമ്പുരുക്കിയ
ദ്രാവകം അദ്ദേഹത്തിന് ഒരു തടാകം പോലെ അല്ലെങ്കിൽ ഒരു ഉറവ പോലെ ഒഴുക്കി കൊടുത്ത കാര്യം ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ജിന്നുകളുടെ സേവനവും അദ്ദേഹത്തിന് ലഭ്യമാക്കി. ആ ജിന്നുകള് സ്വമേധയാ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ അനുസരിക്കുന്ന വിധേയപ്പെടുന്നവരായിരുന്നില്ല. അള്ളാഹു അവരെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സേവനത്തിന് ഫോഴ്സ് ചെയ്തുകൊണ്ട് നിർത്തുകയാണ് ഉണ്ടായത് എന്നത് ഇവിടെ ആയത്തുകളുടെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവരെ തൃപ്തിപ്പെട്ടുകൊണ്ട് ആയിരുന്നില്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ ലംഘിക്കാൻ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വേണ്ട സേവനം ചെയ്തു കൊടുക്കാതെ ജിന്നുകളിൽ ആരെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ അവർക്ക് നല്ല കരിച്ചു കളയുന്ന ശിക്ഷ തന്നെ കൊടുക്കും എന്ന് അള്ളാഹു താക്കീതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവര് ഈ ജിന്നുകള് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വേണ്ടി ചെയ്തു കൊടുത്ത സേവനങ്ങളിൽ ചിലത് അള്ളാഹുവിടെ പരാമർശിക്കുന്നുണ്ട്. ഈ ജിന്നുകളെ കുറിച്ചുള്ള പരാമർശം ചില മുഫസ്സിറുകള് അത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഗോത്രവർഗക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. പൗരാണികരായ ഗോത്ര ഈ മലകളിലൊക്കെ പ്രദേശങ്ങളിൽ പർവ്വതങ്ങളിലൊക്കെ താമസിച്ചിരുന്ന ഗോത്രവർഗക്കാരായ നമ്മുടെ ഒക്കെ മലമുത്തന്മാരെ പോലെയൊക്കെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ഗോത്രവർഗക്കാര് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് നിർബന്ധിതമായി സേവനം അനുഷ്ഠിക്കുന്ന അവസ്ഥയിൽ അവരെ കൊണ്ടുവരികയായിരുന്നു എന്ന നിലയ്ക്ക് ചിലർ വ്യാഖ്യാനിക്കുന്ന കാണാം. എന്നാൽ അത് വിശുദ്ധ ഖുർആന്റെ ഈ വിവരണങ്ങളോട് തീരെ യോജിക്കാത്ത, ഭാഷാപരമായിട്ടും അതിന്റെ ആശയങ്ങളുമായിട്ടും യോജിക്കാത്ത, ജിന്നുകളിൽ വിശ്വാസമില്ലാത്ത തരം ആളുകളുടെ ഒരു വ്യാഖ്യാനമാണ്. അദൃശ്യ സൃഷ്ടികളായ ജിന്നുകള് നമുക്ക് ഖുർആൻ നൽകുന്ന സൂചനയിൽ നിന്ന് അനിവാര്യമായും ഒരു യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. ധാരാളം പരാമർശങ്ങൾ ഖുർആൻ അവരെ കുറിച്ച് നടത്തുന്നുണ്ട്. സൂറത്തുൽ ജിന്ന് എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെയും വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. മജ്നൂൻ പോലെയുള്ള വാക്കുകളൊക്കെ തന്നെ ഈ പദത്തിൽ നിന്ന്, ജിന്ന തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ ഈ പദത്തിൽ നിന്ന് വന്നതാണ് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ജിന്നുകൾ ഒരിക്കലും തന്നെ ഈ ചില വ്യാഖ്യാതാക്കള് പറയുന്നത് പോലെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സാമ്രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന പർവ്വതങ്ങളിൽ താമസിച്ചിരുന്ന ഗോത്രവർഗക്കാരായ ആളുകളായിരുന്നു എന്ന് സങ്കല്പിക്കുന്നതിന് യാതൊരു അടിത്തറയില്ല. അത് ഒരു അടിത്തറയില്ലാത്ത അല്ലെങ്കിൽ ബേസ്ലെസ് ആയ ഒരു വിശദീകരണം മാത്രമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ഈ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് സേവനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന ഈ ജിന്നുകള് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സേവനത്തിന് കൂട്ടാക്കാതെ ഉതറി രക്ഷപ്പെടാനൊന്നും അവർക്ക് കഴിയില്ല. അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷ നൽകപ്പെടും എന്നതും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ. അപ്പോ ഈ ജിന്നുകൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ചെയ്തു കൊടുത്തിരുന്ന പല സേവനങ്ങൾ യഥാർത്ഥത്തിൽ ഇത് തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ഒക്കെ പല സൂചനകളിൽ നിന്നും പിൽക്കാലത്ത് ഖുർആന്റെ സൂചനകളിൽ നിന്നൊക്കെ ആയിട്ട് ഈ കഥകള് വളരെ ഏറെ പ്രചാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. വില്യം ഷേക്സ്പിയറുടെ വളരെ പ്രസിദ്ധമായ അവസാന കാലത്ത് ഒരു നാടകമുണ്ട്, ദ ടെംപെസ്റ്റ് എന്നാണ് അതിന്റെ പേര്. അതിലെ ഒരു കഥാപാത്രം ഏരിയൽ എന്നത്, ഏരിയൽ ഒരു അദൃശ്യ ജീവിയാണ്. നാടുകടത്തപ്പെട്ട രാജാവ് പ്രോസ്പെറോ എന്ന കഥാപാത്രമുണ്ട്. അയാളുടെ സേവനത്തിലാണ് ഏരിയൽ ഉള്ളത്. ഈ രാജാവ് അയാളുടെ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഏരിയലിനെ സേവനത്തിന് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം ഏരിയൽ ഈ രാജാവിന് വേണ്ടി വലിയ പല സേവനങ്ങളും ചെയ്തു കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വേണ്ടി ജിന്നുകൾ ചെയ്തു കൊടുത്ത സേവനങ്ങളോട് വലിയ താരതമ്യം സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരു കഥാകഥനമാണ് പ്രോസ്പെറോക്ക് വേണ്ടി ഏരിയൽ പല സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നതിനെ പരാമർശിച്ചുകൊണ്ട് ഷേക്സ്പിയർ ടെംപെസ്റ്റ് എന്നുള്ള നാടകത്തില്, ദ ടെംപെസ്റ്റ് എന്ന നാടകത്തില്
വിവരിക്കുന്നത്. അപ്പോ ഈ സുലൈമാൻ അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം സംഗതികള് പൗരസ്ത്യ ലോകത്തും പാശ്ചാത്യ ലോകത്തും ഒരുപോലെ ഇത്തരം കഥകൾ ജനങ്ങൾക്കിടയിൽ ഏറെ പ്രചാരം നേടിയിരുന്നു എന്നതാണ് വസ്തുത. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് ഫാർഫെച്ച്ഡ് ആയിട്ടുള്ള ഭാവനാസൃഷ്ടികളായ പല കഥകളും ആളുകളും മെനഞ്ഞുണ്ടാക്കിയിട്ടുമുണ്ട്. അത് പൗരസ്ത്യ ലോകത്തും ഉണ്ട്, പാശ്ചാത്യ ലോകത്തും ഉണ്ട്. ഈ ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ള ഒരുപാട് കഥകൾ ഇങ്ങനത്തെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ജിന്നുകൾ സേവനം അനുഷ്ഠിച്ചിരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും, അതേപോലെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പാശ്ചാത്യ ലോകത്ത് ക്രൈസ്തവ യഹൂദ പശ്ചാത്തലത്തിലുള്ള ഒരുപാട് സംഗതികളും ജനങ്ങൾ ഭാവനയിൽ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള മെനഞ്ഞെടുത്തിട്ടുള്ള പല കഥകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ കൗതുകമുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഞാനത് സൂചിപ്പിക്കുന്നത് ഈ ജിന്നുകൾ എന്നത് അള്ളാഹു അവർക്ക് ഈ പ്രവാചകന് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് സേവനത്തിന് വേണ്ടി വിധേയപ്പെടുത്തി കൊടുത്ത ഒരു സംഘം എന്ന നിലക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലും ജിന്നുകളെ പരാമർശിക്കപ്പെടുന്നത് കാണാൻ കഴിയും. സൂറത്തുൽ ജിന്നിന്റെ ഒരു പരാമർശത്തില് നമുക്ക് ജിന്നുകൾ വിശുദ്ധ ഖുർആന്റെ തിലാവത്ത് അല്ലെങ്കിൽ അതിന്റെ അവതരണം കേൾക്കാനിടയായതും അവരതില് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയതും അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതിൽ വിശ്വാസമുള്ളവരായി മാറിയതും ഒക്കെ പരാമർശിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ജിന്നുകൾ ഒരു യാഥാർത്ഥ്യമാണ്. അത് ഗോത്രവർഗക്കാരല്ല, അല്ലെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിലെ പർവ്വതങ്ങളിലൊക്കെ കഴിയുന്ന മലമുത്തന്മാരെ പോലെയുള്ള ആളുകളല്ല. ജിന്നുകൾ എന്നത് അള്ളാഹു പരാമർശിക്കുന്ന വിധത്തില് അദൃശ്യരായ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. മനുഷ്യനെ പോലെ മാർഗം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സ്പീഷീസ് ആണ് ജിന്നുകൾ. അതാണ് വ്യക്തമാവുന്ന കാര്യം. അപ്പോ ഈ ജിന്നുകളുടെ സേവനം സുലൈമാൻ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടിരുന്നതില് ഈ വലിയ നിർമ്മിതികള്, അതുപോലെ തമാസീലിന്റെ നിർമ്മാണം. തമാസീൽ എന്ന് പറഞ്ഞാൽ മോഡൽ എന്നാണ് അതിന്റെ പദം നൽകുന്ന അർത്ഥം. അത് ജീവനുള്ളതും അല്ലാത്തതും ഒക്കെയായ പലതിന്റെയും രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ഈ തിംസീൽ എന്നതിന്റെ ബഹുവചനം തമാസീൽ എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോ നമുക്ക് എന്താണ് മറ്റേ പ്രതിമ എന്നോ ഇംഗ്ലീഷിലെ എഫിജീസ് എന്നൊക്കെ പറയുന്ന സ്റ്റാച്യു, എഫിജീസ്, അതുപോലെ ഐഡൽസ് ഒക്കെ തന്നെ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. വിഗ്രഹങ്ങള്, അതുപോലെ പ്രതിമകള്, അങ്ങനെയുള്ള ആളുകളുടെയോ മൃഗങ്ങളുടെയോ ഒക്കെ രൂപത്തിലുള്ള പല സംഗതികളും നിർമ്മിക്കുന്നതിനാണ് ബേസിക് ആയിട്ട് ആ പദം അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ പ്രകൃതിയിലുള്ള ഏത് സംഗതിയെയും അനുകരിച്ചുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കുന്നതിന് ഈ പദം ഉപയോഗിക്കും അറബി ഭാഷയിൽ. അതിന് ഭാഷാപരമായിട്ട് അതിന് മോഡൽ എന്ന ഒരു സംഗതിയുടെ മാതൃക ആയിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംഗതി എന്നതാണ് അത് നൽകുന്ന സൂചന. അപ്പം ഇത് ചില വ്യാഖ്യാതാക്കള് ബനു ഇസ്രായേൽ സമൂഹത്തിന് ഈ ഘട്ടത്തില് വിഗ്രഹങ്ങളും അല്ലെങ്കിൽ പ്രതിമകളൊക്കെ ഉണ്ടാക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു, അവരുടെ ശരീരത്തില് അതിന് വിലക്കുണ്ടായിരുന്നില്ല എന്ന വിധത്തിലൊക്കെ ചിലർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അത് വളരെ അബദ്ധജടിലമായ ഒരു വിശദീകരണമാണ്. ബനു ഇസ്രായേൽ സമൂഹം പിന്തുടർന്നിരുന്നത് മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടിരുന്ന ശരീഅത്താണ്. തൗറാത്തില് വ്യക്തമായി തന്നെ വിഗ്രഹങ്ങള്, അതുപോലെ രൂപങ്ങള്, പ്രതിമകള് ഒക്കെ ഉണ്ടാക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു കുറ്റമായിട്ട് പരാമർശിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ കടുത്ത ഭാഷയിലാണ് ഇതിനെ വിലക്കിയിട്ടുള്ളത് എന്നത് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രതിമകൾ ഉണ്ടാക്കുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, അതുപോലെ ദൈവിക സൃഷ്ടികളെ അനുകരിച്ചുകൊണ്ടുള്ള ചിത്രകല പോലും ആ ഘട്ടത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കിയിട്ടുള്ളത് ധാരാളം ഹദീസുകളിൽ നിന്ന് കാണാൻ
സാധിക്കും. മനുഷ്യരെ അത് തെറ്റായ നിലപാടുകളിലേക്ക് നയിക്കുന്നു. അവരെ വിഗ്രഹാരാധകർ വരെ ആക്കി മാറ്റാൻ അത് കാരണമാകുന്നു എന്നതൊക്കെ തന്നെ അതിന്റെ ഒരു മനഃശാസ്ത്രം നമുക്ക് വിലയിരുത്തുമ്പോൾ ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പോ പല ഹദീസുകളും അങ്ങനെയുള്ള ദൈവിക സൃഷ്ടികളെ അനുകരിച്ചുകൊണ്ടുള്ള ചിത്രകല പോലും, അതില് ചിത്രം വരച്ചുകൊണ്ടുള്ള തുണി, കേട്ടൺ, ഇതൊക്കെ തന്നെ വിലക്കിയിട്ടുള്ളതായും ചില ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കീറി വസ്ത്രമായിട്ടോ വിരിയായിട്ടോ മറയായിട്ടോ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ട് അത് വേറെ പലതിനും കീറി ഇട്ട് വേറെ പലതിനും ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പൊ ഇത് വ്യക്തമായിട്ടും അതിന്റെയൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഹദീസുകൾ ഇത് സംബന്ധമായിട്ട് അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്നതും അവരതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കും എന്നതും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളില് ഈ പ്രതിമ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളുകളെ അതിന് ജീവൻ ഇട്ടുകൊടുക്കാൻ അള്ളാഹു അവരോട് ആവശ്യപ്പെടും. അവര് ജീവൻ ഇട്ടുകൊടുക്കുന്നത് വരെ അവര് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹദീസുകൾ കാണാൻ കഴിയും. അതില് പലതും നമുക്ക് അതിന്റെ യുക്തിതലം ഉൾക്കൊള്ളാൻ കഴിയാത്തതായ പലതും കാണും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല ഇപ്പൊ പോകുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് ജിന്നുകള് ഇത്തരം പ്രതിമകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്ന് നമ്മൾ ഒരു വിശദീകരണം നൽകിക്കൊണ്ട് പോകുന്നത് ശരിയല്ല എന്നതാണ് വളരെ പ്രമുഖരായ പല മുഫസ്സിറുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പല പദ്ധതികളുടെയും ആവശ്യത്തിനായിട്ടുള്ള ചില മോഡലുകള് ഏതോ വിധത്തില് അദ്ദേഹത്തിന് പ്രയോജനകരമായ ചില സേവനങ്ങൾ ജിന്നുകൾ ചെയ്തു കൊടുത്തിരുന്നതിലേക്കാണ് ഇതിന്റെ സൂചന എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ ഈ വലിയ താലങ്ങള്, തടാകം പോലെയുള്ള താലങ്ങള്, അതുപോലെ ഉറപ്പിച്ചു നിർത്തിയ വിധത്തിലുള്ള കലങ്ങൾ, ഇതൊക്കെയാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ജിന്നുകൾ നിർമ്മിച്ചു കൊടുത്തതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാം വലിയൊരു ഭൂപ്രദേശത്തിന്റെ അധിപനായിരുന്ന ഭരണാധികാരി കൂടിയായിരുന്നു. ലോകത്തെ പല രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നതൊക്കെ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദർബാറില് ആയിരക്കണക്കിന് സന്ദർശകര് ദിനേന എത്തിക്കൊണ്ടിരുന്നതും അവർക്കൊക്കെ തന്നെ ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പല സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നതൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതുപോലെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു സംഭവം, ജിന്നുകളുടെ യഥാർത്ഥ പ്രകൃതം എന്താണ് എന്നത് വെളിപ്പെടുത്തുന്ന കാര്യമാണ് ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ഈ 14-ാമത്തെ ആയത്തില് അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചപ്പോ അക്കാര്യം അറിയാൻ ജിന്നുകൾക്ക് സാധിച്ചില്ല. അവര് സുലൈമാൻ അലൈഹി സ്വലാം മരിച്ചു എന്ന കാര്യം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മിൻസഅത്ത് ദാബത്തുൽ അർള് തിന്ന് നശിപ്പിച്ചു, അത് ഒടിഞ്ഞു വീണു. അതോടെ സുലൈമാൻ അലൈഹി സ്വലാമിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ നിന്നും മറിഞ്ഞു വീണു. അപ്പോഴാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരമായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ കുറച്ച് സമയമായിട്ട് എന്ന് അവർക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ്. അതാണ് അവർക്ക് വളരെ ഷെയിംഫുൾ ആയ ഒരു സംഗതിയായിട്ട് അനുഭവപ്പെട്ടത്. കാരണം അവര് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സേവനത്തിന് വേണ്ടി നിർബന്ധിക്കപ്പെട്ട ആളുകളായിരുന്നു ജിന്നുകളുടെ കൂട്ടത്തില്. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ സേവന സന്നദ്ധരായി അങ്ങനെ നിൽക്കേണ്ടിയിരുന്നില്ലല്ലോ, നമുക്ക് എന്നോ സ്ഥലം കാലിയാക്കാമായിരുന്നല്ലോ എന്നൊരാലോചന അപ്പോഴാണ് അവർക്ക് ഉണ്ടാവുന്നത്. ഇത് വളരെ വ്യക്തമായും ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, ജിന്നുകൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമായിരുന്നില്ല എന്നതാണ്. അതേപോലെ തന്നെ ജിന്നുകൾക്ക് അദൃശ്യമായ കാര്യങ്ങള് പലതും അറിയാൻ കഴിയും എന്ന വിശ്വാസത്തെ ഒരു പൊളിച്ചെഴുത്ത് കൂടിയാണിത്. മക്കയിലെ ആളുകൾക്കും ജിന്നുകളുടെ കഴിവുകളിൽ, ഇത്തരം അദൃശ്യമായ കാര്യങ്ങൾ അറിയാനുള്ള കഴിവുകളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇസ്ലാമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ആ തുടക്കഘട്ടത്തില് അവര് അങ്ങനെ വിശ്വാസമുള്ള ആളുകളായിരുന്നു. ജിന്നുകളെ അവർ അള്ളാഹുവിന്റെ മക്കളായിട്ട് മനസ്സിലാക്കി
അള്ളാഹുവിലേക്ക് എളുപ്പത്തിൽ ആക്സസ് തരുന്ന ഒരു മാധ്യമമായിട്ട് അവരെ പ്രയോജനപ്പെടുത്താമെന്ന് അവർ കരുതി അദൃശ്യ കാര്യങ്ങൾ തങ്ങൾക്ക് എത്തിച്ചു തരുന്നവരാണ് ജിന്നുകൾ എന്ന നിലക്ക് അവരുടെ സേവനം കിട്ടാൻ വേണ്ടി അവര് പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകൾ. യഥാർത്ഥത്തിൽ ജിന്നുകൾക്ക് അദൃശ്യം അറിയുകയില്ല എന്നൊരു കാര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അള്ളാഹുവിന്റെ ഉപരിലോകത്ത് നടക്കുന്ന സംഭാഷണങ്ങൾ കേൾക്കാൻ വേണ്ടി ജിന്നുകൾ ശ്രമിക്കും. അവരെ എറിഞ്ഞു ഓടിക്കാനുള്ള സംവിധാനം ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ള കാര്യവും വിശുദ്ധ ഖുർആൻ ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ജിന്നുകൾക്ക് ഒരു പക്ഷേ അങ്ങനെ ഉപരിലോകത്തുള്ള സംഭാഷണങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അതിന്റെ ഭാഗികമായിട്ട് കേൾക്കാൻ സാധ്യതയുള്ളതിനെ അത് അവര് ദൈവവിരുദ്ധമായ വിധത്തില് ഉപയോഗപ്പെടുത്തുന്ന പല സംഗതികളും വെച്ചുകൊണ്ടൊക്കെയാണ് ജിന്നുകളെ വെച്ചുകൊണ്ടുള്ള പല ചികിത്സകളും പല നിഗൂഢ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകൾ പലരും രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെയുള്ള പല സംഗതികളും ജിന്നുകളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജിന്നുകളുടെ പരാമർശിച്ചുകൊണ്ടൊക്കെ പലരും അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ വലിയ അളവോളം അത് വെറും ഊഹങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സംഗതികളാണ്. ജിന്നുകൾക്ക് പറയത്തക്ക ഫലപ്രദമായ ഉപയോഗപ്രദമായ എന്തെങ്കിലും കാര്യങ്ങള് വാനലോകത്തുനിന്ന് ഉപരിലോകത്തുനിന്ന് തട്ടിയെടുക്കാൻ സാധിക്കില്ല. അവർക്ക് അദൃശ്യമായ മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അറിയാനും സംവിധാനമില്ല. അതുണ്ടായിരുന്നെങ്കിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സേവനത്തിൽ ഉണ്ടായിരുന്ന ഈ ജിന്നുകൾ ഇങ്ങനെ നാണം കെട്ടു പോകുമായിരുന്നില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോ അവര് പറഞ്ഞ കാര്യം തന്നെ മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ എന്നാണ്. അവര് അള്ളാഹു അവരുടെ സംസാരത്തെ ഉദ്ധരിക്കുകയാണ് ഇവിടെ. അല്ലൗ ഖാനു യഅലമൂനൽ ഗൈബ മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ. അവർക്ക് ഗൈബ് അറിയാമായിരുന്നെങ്കിൽ ഈ വിധത്തില് മാനഹാനിയിൽ പെട്ടുപോകുമായിരുന്നില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞ അവര് സ്വയം ഏറ്റുപറഞ്ഞ വിധത്തിലാണ് അതിന്റെ ഈ റിപ്പോർട്ടിങ് ഇവിടെ. അപ്പോ ചില വ്യാഖ്യാതാക്കള് ഈ പരാമർശിക്കപ്പെട്ട ജിന്നുകള് സമീപ അല്ലെങ്കിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സാമ്രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ചില പർവ്വതങ്ങളിൽ താമസിച്ചിരുന്ന ഗോത്രവർഗക്കാരായിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. അവരുടെ ചില വ്യാഖ്യാതാക്കൾ അങ്ങനെ വിശദീകരിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ തുടർച്ചയായിട്ട് അവര് പറയുന്ന ഒരു കാര്യം, ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ വടി ഒടിഞ്ഞു വീണു എന്നത്, ഊന്നുവടി ഒടിഞ്ഞു വീണു, മിൻസഅത്ത് ചിതല് തിന്ന് ഒടിഞ്ഞു വീണ കാര്യം പരാമർശിക്കപ്പെട്ടത് യഥാർത്ഥത്തില് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഒരു പുത്രൻ റുജിആം എന്ന പേരിൽ അറിയപ്പെടുന്ന മകൻ, അദ്ദേഹത്തിനെ തുടർന്ന് കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടി അദ്ദേഹം സുഖലോലുപനും സ്തുതി പാഠകരെ ഇഷ്ടപ്പെടുന്ന ആളും അതുപോലെ തന്നെ ദൈവികമായ അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധത ഇല്ലാത്ത ആളും ഒക്കെ ആയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ അധികാരം പെട്ടെന്ന് തന്നെ തകർന്നുപോയി. ഈ സുലൈമാൻ അലൈഹി ഇസ്ലാം നിയന്ത്രിച്ച് നിർത്തിയിരുന്ന ഗോത്ര വിഭാഗങ്ങള് ഒക്കെ തന്നെ ആ അധികാര ഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ആ രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു ചാടി എന്നതൊക്കെയാണ് അവര് നൽകുന്ന വിശദീകരണം. അത് ഈ വടി തകർന്നു വീണത് ആ അധികാര ഘടനയുടെ തകർച്ചയുടെ സൂചനയാണ്. അതുപോലെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഈ മിൻസഅത്ത് ഈ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ അത് വീഴുന്നത്, മൃതദേഹം വീഴുന്നത് ആ രാഷ്ട്രത്തിന്റെ തകർച്ചയാണ് എന്നൊക്കെയുള്ള വിധത്തില് ഒരു പ്രതീകാത്മകമായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് അതിനെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തില് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് കാട് കയറി പോകേണ്ട യാതൊരു ആവശ്യവും ഇക്കാര്യത്തിലില്ല. ജിന്നുകൾ ഒരു യാഥാർത്ഥ്യമാണ്. അത് അദൃശ്യരായ ചില അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അത് മനുഷ്യര് അവയെ മുൻനിർത്തിക്കൊണ്ട് അവര്
അള്ളാഹുവിൽ നിന്ന് അദൃശ്യം അറിയാൻ കഴിയുന്ന ആളുകളാണ്. അള്ളാഹുവിലേക്ക് അവരെ എളുപ്പത്തിൽ ബന്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ പല സഹായങ്ങളും അവർക്ക് നേടിക്കൊടുക്കാൻ കഴിയുന്ന, എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന മാധ്യമങ്ങളാണ് എന്നൊക്കെയുള്ള നിലക്ക് ആളുകള് പല തെറ്റായ വിശ്വാസങ്ങളും ഈ ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടു നടന്നിരുന്നു എന്നതൊക്കെ ഇവിടെ ഖുർആന്റെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ആവശ്യമില്ലാത്ത വിധത്തിൽ ഇവയെ മനുഷ്യരുടെ കൂട്ടത്തിലെ ഗോത്രവർഗക്കാരായ ആളുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന വിധത്തിലുള്ള കാട് കയറിയ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുണ്ടായിരുന്നത്. ജിന്നുകളുടെ കാര്യത്തില് ജാഹിലിയ അറബികള് വെച്ച് പുലർത്തിയിരുന്ന നിലപാടുകളും അവരുടെ വീക്ഷണങ്ങളും ഒക്കെ തന്നെ ഖുർആൻ വേറെ പലയിടത്തും പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ജിന്നില് പരാമർശമുണ്ട്, അതുപോലെ സൂറത്തു സോഫാത്തില് പരാമർശമുണ്ട്. ജിന്നുകളെ അവര് വേറെ പല ആത്മീയമായ സഹായങ്ങൾക്കും വേണ്ടി സമീപിക്കുന്ന കാര്യം, അല്ലെങ്കിൽ സമീപിക്കാൻ ശ്രമിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഇൽമുൽ ഗൈബ് അറിയും എന്ന നിലക്ക് അവരെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ വേറെ പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ അതിനെ, അത്തരം ജാഹിലിയ വിശ്വാസങ്ങളെ ഗണ്ണിക്കുക കൂടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ വിവരിക്കുന്നതിന്റെ താല്പര്യം എന്നത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവിടെ ജിന്നുകൾക്ക് സ്വയം ഉണ്ടായിരുന്നു എന്ന് കരുതാവുന്ന വാദം, അദൃശ്യം അവർക്കറിയാം എന്ന വാദം ഇവിടെ പൊളിക്കപ്പെടുന്നുണ്ട്. അതേപോലെ ജിന്നുകളിലൂടെ സഹായം നേടാം, അവർക്ക് അദൃശ്യം അറിയാം എന്ന വിധത്തിലുള്ള മനുഷ്യരുടെ കൂട്ടത്തിലെ പലരുടെയും പ്രചാരണങ്ങളെയും ഇവിടെ അള്ളാഹു വ്യർത്ഥമാണ് എന്നത്, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമാണ് എന്ന വിധത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ ആ വക താല്പര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ആശയങ്ങള് നമുക്ക് വ്യക്തമാക്കി തരുന്നത് എന്നത് കാണാൻ സാധിക്കും. ഞാനിവിടെ ഈ 4-5 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. ഈ ആയത്തുകളുടെ പഠനം ഇതോടെ പൂർത്തിയാവുകയാണ്. നമുക്ക് തുടർന്നുള്ള ആയത്തുകൾ വരും ദിവസങ്ങളിൽ പഠന വിധേയമാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.